our channel. My name is Divya Brindo. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ലുക്ക് ഫോട്ടോഷൂട്ട് ലുക്കൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുവാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു അടിപൊളി ഫോട്ടോഷൂട്ട് എന്താണേലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഇന്ന്. ഞാൻ ഇട്ടിരിക്കുന്ന ജുവലറീസ് എല്ലാം വന്നിട്ട് തൊടുപുഴയുള്ള അൽഫോൺസ ലേഡീസ് കളക്ഷനിൽ നിന്നാണ്. ബ്രൈഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ നമുക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊക്കെ നല്ല നല്ല ജുവലറീസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽഫോൺസ ലേഡീസ് കളക്ഷനിൽ ചെന്നാൽ മതി. അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിന് ഫാഷൻ അനുസരിച്ചുള്ള അടിപൊളി ജുവലറി കളക്ഷൻസ് നമ്മുടെ തൊടുപുഴയുള്ള അൽഫോൺസയിലുണ്ട്. തൊടുപുഴ ഏരിയയിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അൽഫോൺസ ഷോപ്പിൽ പോകാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് റെന്റലിനാണെങ്കിലും അവരുടെ ഡ്രസ്സിന് മാച്ചിങ് ആവുന്ന രീതിയിലാണെങ്കിലും ജുവലറീസ് സെലക്ട് ചെയ്യണമെങ്കിൽ വേറെ ഒരു സ്ഥലത്തും പോകണ്ട. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ജുവലറി ഒരു സ്റ്റേറ്റ്മെന്റ് ജുവലറി ടൈപ്പാണ്. ഒരുപാട് നല്ല ജുവലറി കളക്ഷൻസ് ഉണ്ട്. ഷോപ്പിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നമ്മുടെ ലുക്കിലേക്ക് പോകാം. ഞാൻ വളരെ കുറച്ച് മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ എന്റെ സ്കിന്നിലെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു ലുക്കിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ മേക്കപ്പ് തന്നെയാണല്ലോ. വിതൗട്ട് മേക്കപ്പ് ഒരു ലുക്കും കംപ്ലീറ്റ് ആവുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലേ. അപ്പോൾ വളരെ മിനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്താണ് ഇന്നത്തെ എന്റെ മേക്കപ്പ് ചെയ്യുന്നത്. വളരെ മിനിമൽ ആൻഡ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ സ്കിന്നിന്റെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. CTM എന്ന് പറയും. CTM ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. സൺസ്ക്രീനിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. വളരെ നല്ല സൺസ്ക്രീൻ ആണ്. ഇതിന്റെ വില കേട്ട് നമ്മൾ ഞെട്ടിയാലും ഇത് അടിപൊളി സൺസ്ക്രീൻ ആണ്. നമുക്ക് എന്താ പറയാ, ഇട്ട് കഴിയുമ്പോൾ ഒരു സ്റ്റിക്നെസ്സോ വൈറ്റ് ഷെയ്ഡോ ഒന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് ഇട്ട് നോക്കാം. അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ഇടുന്ന ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ചെയ്യാണ്ടിരിക്കാനും അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഓക്സിഡൈസ് ആയിട്ട് നമ്മൾ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സൺസ്ക്രീൻ മസ്റ്റ് ആണ് നമ്മുടെ മേക്കപ്പിൽ. ആലോചിക്കേണ്ട സൺസ്ക്രീൻ അടിപൊളിയാണ്. ഇത്രയും ക്യാഷ് നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നാണ് എന്താണെങ്കിലും ഓണം സ്പെഷ്യൽ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുറത്ത് അത്യാവശ്യം മഴ പെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ മേക്ക് ഓവർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോ ഷൂട്ടിനായിട്ട് പുറത്തേക്ക് പോകണം. അപ്പൊ അടുത്ത് വന്നിട്ട് സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാനും ഫേസിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ മാക്കിന്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. എന്റെ ഇതുവരെയുള്ള മേക്കപ്പ് വീഡിയോ കണ്ടവർക്കറിയാം, ഇതില്ലാണ്ട് ഞാൻ ഒരു മേക്കപ്പും ചെയ്യാറില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ് ഇത്. അടുത്ത് വന്നിട്ട് ഞാൻ പ്രൈമർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബോബി ബ്രൗണിന്റെ മാറ്റിഫയർ പ്രൈമർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പ്രൈമറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്നാലും നമ്മുടെ ഫേസിലെയും കഴുത്തിലെയും ഒക്കെ ഒരു സ്കിൻ ടോൺ ഈവൻ ആവുള്ളൂ. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് പ്രൈമർ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഈ ബോബി ബ്രൗണിന്റെ പ്രൈമർ ആണ്. ഇതിന്റെ വളരെ അടിപൊളി പ്രൈമർ ആണ്. നല്ലൊരു ടെക്സ്ചർ ആണ് ഇതിന്റെ, നല്ലൊരു ഫിനിഷിംഗ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു പ്രൈമറാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ബോബി ബ്രൗണിന്റെ ഫൗണ്ടേഷൻ ആണ്. നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എൻ്റെ സ്കിൻ കളറിന് പറ്റിയ ഷെയ്ഡാണ്. ഓക്കെ, നമുക്ക് അത് അപ്ലൈ ചെയ്യാം. നാച്ചുറൽ ഫിനിഷ് ആണ് ഈ ബോബി ബ്രൗണിന്റെ ഫൗണ്ടേഷൻ. നമ്മുടെ ഫേസിൽ ഇട്ടെന്നേ തോന്നൂല. ബോബി ബ്രൗണിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ വന്നിട്ട് 4000 സംതിങ് ആണ് ഇതിന്റെ ഒരു റേറ്റ്, ഒരു ഫൗണ്ടേഷന്റെ വില. അപ്പൊ നല്ലൊരു നാച്ചുറൽ ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അധികം കവറേജ് ഇല്ല. നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് നല്ലൊരു കവറേജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഓയിൽ ഫിനിഷ് നമുക്ക് തോന്നും. നമുക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാം. ബോബി ബ്രൗണിന്റെ തന്നെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസീലറിന്റെ ഷെയ്ഡ് നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അത് എനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ്.
ബ്രൗണിന്റെ ഈ കൺസീലർ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് ഉള്ള നല്ലൊരു കൺസീലറാണ്. നന്നായിട്ട് ഈസി ആയിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നേ അറിയില്ല, അതുപോലെ ഒരു പ്രോഡക്റ്റ് ആണ് ബോബി ബ്രൗൺ. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പാച്ചി ആയിട്ട് ഇരിക്കുന്ന ഇഷ്യൂസ് ഒന്നും ബോബി ബ്രൗണിനില്ല. സ്കിന്നിലേക്ക് അങ്ങ് അലിഞ്ഞില്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇല്ലാണ്ടാവുമല്ല, അലിഞ്ഞങ്ങ് ചേരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ബോബി ബ്രൗണിന്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോമ്പാക്ട് പൗഡർ വളരെ നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പൗഡർ ഇട്ടു എന്ന് തോന്നത്തില്ല. അത് നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് അങ്ങ് ലയിച്ച് ചേരും. അതോടൊപ്പം ഫൗണ്ടേഷൻ നന്നായിട്ട് സെറ്റാക്കി തരുന്ന ഒരു നല്ലൊരു പൗഡറാണ്. ഇതിൻ്റെ പൗഡർ വളരെ മൈൽഡായിട്ടുള്ളൊരു പൗഡറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ മാക്കിൻ്റെ ബ്ലഷാണ് കൊടുക്കാൻ പോകുന്നത്. മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ഒരു ബ്ലഷാണിത്. അടിപൊളി ബ്ലഷാട്ടോ. എൻ്റെ ബ്ലഷിലെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡാണിത്. എനിക്ക് നല്ലവണ്ണം ചേരുന്ന ഒരു ഷെയ്ഡാണിത്. അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലിപ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണമായിരുന്നു. മാക്കിന്റെ പ്രിപ്പ് ആൻഡ് പ്രൈം എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് പ്രൈമർ ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക് പ്രൈമറോ ലിപ് ബാമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലിപ് ലൈനർ നമുക്ക് വരച്ചു കൊടുക്കാം. ലിപ് ലൈനർ ആയിട്ട് മാക്കിന്റെ ലിപ് ലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനർ ഷെയ്ഡ് ഹാഫ് റെഡ് എന്ന് പറയുന്ന ഒരു ലിപ് ലൈനർ ഷെയ്ഡാണിത്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്താണേലും ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഒരു ബേസ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ബ്രൈഡൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തത്. മെബിലിൻ, അതുപോലെ തന്നെ ലോറി, അങ്ങനെ പല ബ്രാൻഡിൻ്റെയും പ്രോഡക്ട്സ് നല്ല വില കുറവിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹ്യൂഡ ബ്യൂട്ടിയുടെ ഈ ഷെയ്ഡ് നെയിം തേർഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ബ്രിക്ക് കളറാണ്. പിങ്ക് കളർ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത്. ഫ്രണ്ടിന്റെ കയ്യിൽ ഈ ലിപ്സ്റ്റിക് കണ്ടിട്ട് പിന്നെ അവളോട് ഞാൻ ചോദിച്ചു ഇത് ഏത് ഷെയ്ഡാണെന്നൊക്കെ ചോദിച്ച് ഞാൻ നൈക്കെ പോയപ്പോൾ പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. പിന്നെ ഹ്യൂഡയുടെ പ്രോഡക്ട്സ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ ഒരു സ്മെല്ല് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹ്യൂഡയുടെ പ്രോഡക്ട്സ്. പിന്നെ ഇപ്പോൾ വരുന്ന ഹ്യൂഡയുടെ പ്രോഡക്ട്സ് എനിക്ക് തോന്നുന്നു സ്മെല്ല് അവർ നിർത്തലാക്കി. ചിലർക്ക് ഈ ഫ്രാഗ്രൻസ് അത്ര ഇഷ്ടമില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ഹ്യൂഡയുടെ പ്രോഡക്ട്സിനെ ഇഷ്ടപ്പെടുന്നത് തന്നെ അതിൻ്റെ സ്മെല്ല് ഉള്ളത് കൊണ്ടാണ്. അടുത്തത് നമുക്ക് ഐ ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ലുക്ക് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഐബ്രോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഐബ്രോ ചെയ്യാനായിട്ട് ഞാൻ പാക്കിന്റെ ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ഐബ്രോ പൗഡറാണ്. പാക്കിന്റെ വളരെ നല്ല ഐബ്രോ പൗഡറാണ്. ഇതിൽ പാക്കിന്റെ വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചില സമയം ലൈറ്റ് ബ്രൗണും ബ്ലാക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബ്ലാക്ക് ഡയറക്റ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ജെറ്റ് ബ്ലാക്ക് കളർ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് വന്നിട്ട് വളരെ ലൈറ്റ് മേക്കപ്പ്, സാധാരണക്കാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒരുപാട് ഐബ്രോസ് ഡാർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഐബ്രോസ് ഡ്രോ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കൊണ്ട് ഒരിക്കലും പ്രൊഡക്റ്റ് ഇടരുത്. ഭയങ്കര വൃത്തികേടായിരിക്കും, ഭയങ്കര ഓക്വേർഡ് ലുക്കായിരിക്കും. നമ്മൾ എപ്പോഴും ഈ ഐബ്രോസിൻ്റെ ടിപ്പ് ഏരിയയിലാണ് നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാവുള്ളൂ. എന്നാലും ഒരു നാച്ചുറൽ ലുക്ക് നമ്മുടെ ഐബ്രോസിന് ഫീൽ ചെയ്യുള്ളൂ. അടുത്ത് വന്നിട്ട് നമ്മുടെ ഐഷാഡോയിലേക്ക് പോകാം. ഐഷാഡോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാലറ്റ് കണ്ടോ, ഹ്യൂഡ ബ്യൂട്ടിയുടെ ഈ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐഷാഡോ വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം ഡാർക്ക് ആക്കുന്നൊന്നുമില്ല. എൻ്റെ ഐ ലുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്കൊക്കെ, സ്ഥിരമായി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഐ ലുക്സ് ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട്, അധികം ബ്രൈറ്റ് ആക്കി ഭയങ്കര ഡിഫൈൻ ചെയ്ത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിലെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ്. ഇനി നമ്മൾ ഈ പാലറ്റിൽ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കയറ്റി കൊടുക്കാൻ പോണി. ഈ ഒരു ഷെയ്ഡ് നമ്മൾ കൊടുക്കാൻ പോണി. ഷെയ്ഡിന്റെ പേര് കൊക്കോ എന്നാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഈ എൻ പോർഷനിലായിട്ട് കൊടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐജൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കണ്ണിന്റെ ഇന്നർ വാട്ടർ ലൈനിൽ ഒന്ന് കാജൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. മൈഗ്ലാമിന്റെ ഐ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിനായിട്ട്.
കണ്ണിന്റെ ഇന്നർ വാട്ടർ ലൈൻ ഒന്ന് ഡ്രോ ചെയ്തു. ഇനി അതിനുശേഷം നമ്മുടെ കണ്ണിന്റെ ഈ അടിഭാഗം ഒന്ന് ഐഷാഡോ വെച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പോകണം. അതിനായിട്ട് ഈ ഐഷാഡോ പാലറ്റിലെ സാൻഡൽവുഡ് ഫസ്റ്റ് നമ്മൾ എടുത്ത ലൈറ്റ് ബ്രൗൺ കളർ തന്നെ എടുക്കുവാണ്. ഓക്കെ, ഇനി കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുവാണ്. ഇനി ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ ഐഷാഡോ പൗഡർ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. യെസ്, ഇനി കണ്ണിന്റെ മുകൾ ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഒരു ടെയിലൊക്കെ ഇട്ട് കണ്ണെഴുതാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണെഴുതാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിന്റെ ഐജലാണ്. അടിപൊളി ഐജലാണ്, നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് ഇതിന്റെ. നന്നായിട്ട് സ്മഡ്ജ് സ്മോക്കി ഐസ് ചെയ്യാനാണെങ്കിൽ കൂടി അടിപൊളി ഐജലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഐജലാണ്. ചെറിയൊരു ടെയിലൊക്കെ ഇട്ട് നമ്മൾ കണ്ണെഴുതുവാണ്. എനിക്ക് ടെയിലിട്ട് കണ്ണെഴുതുമ്പോൾ ഭയങ്കര ഇഷ്ടമാണോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടും ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴി ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇതാണ്. ബോബി ബ്രൗണിന്റെ ഫൗണ്ടേഷൻ വളരെ നാച്ചുറൽ ഒരു ഫിനിഷിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മള് നിനക്ക് പറ്റുന്ന ഒരു നിന്റെ കാട്ടുജാതി ലുക്കിന് പറ്റുന്ന ഒരു സ്ഥലം നോക്കി നമുക്ക് കാട്ടുജാതി ലുക്കോ? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ചെയ്താ അങ്ങനെയൊന്നും പറയില്ലേ. ഇപ്പൊ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നല്ല വ്യൂ വേണം, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കണം. വനേക്ഷിയാണോ? വനേക്ഷി പേടിയാവുന്നില്ല. എതിരെന്ന് ആരെങ്കിലും നടന്നു വന്ന് കണ്ട് നിന്നെ കണ്ട് പേടിച്ച് ഓടാണ്ടിരുന്നാൽ മതി. കൊലിസിൻ്റെ കിലുകിലാ ശബ്ദവും വെള്ള സാരിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്വം പറയില്ല കേട്ടോ. തിരിഞ്ഞു നോക്കട്ടെ, ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നിരന്തരമായ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെന്നി വീഴാണ്ട് കൂടെ നോക്കണം കേട്ടോ. നമ്മുടെ ഈ സ്പോട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു വഴിയൊക്കെയാണ്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നടക്കണം. വന്നിരിക്കുന്ന ഇരികല്ലും പാറ എന്ന് പറയുന്ന അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ്. എൻ്റെ മനസ്സിലെ കോൺസെപ്റ്റ് പോലെ തന്നെ പ്രിൻറ്റോ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്നെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു മഴ പൊടിയുന്നുണ്ട്. പിന്നെ വരാൻ കുറച്ച് ലേറ്റ് ആയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതർവൈസ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു പോകാനുള്ള പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ മഴ നനയേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാലും തിരിച്ച് കാറിൽ കയറണം. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ ഒരു ഹട്ടുണ്ട്. ഈ ഹട്ടിലിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. നമ്മുടെ കൂടെയുള്ള നിബിച്ചേട്ടനാണ്. നിബിച്ചേട്ടാ, അപ്പോൾ ഇരികല്ലും പാറയുടെ അടുത്തുള്ള ഈ പ്രോപ്പർട്ടിയൊക്കെ ഈ നിബിച്ചേട്ടൻ്റെ ആണ്. ഈ ഹട്ടൊക്കെ ഈ നിബിച്ചേട്ടൻ ഉണ്ടാക്കിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. നിബിച്ചേട്ടാ, ഈ ഹട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? അല്ലല്ല, ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് 3 പേര് കൂടി. അതെ, എത്ര ദിവസം എടുത്തു?
ഈ ഹട്ട് ഉണ്ടാക്കാൻ എത്ര ദിവസം എടുത്തു? ഏകദേശം 4-5 ദിവസം. ഏകദേശം 4-5 ദിവസം കൊണ്ട് ഈ ഹട്ട് ഉണ്ടാക്കി എന്നാണ് പറയണത്. എന്താണേലും അസാധ്യമായിട്ടുള്ള കാര്യം കേട്ടോ. വാവ്, നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് നിവിച്ചേട്ടൻ. ഇതെന്റെ ഐഡിയ അല്ല, ഐഡിയ മാത്രം നമ്മുടെ ഉള്ളു, പണി ചെയ്തേക്കണത് മുഴുവൻ നമ്മുടെ ആളുകളാണ്. എന്നാലും അതൊരു വലിയ കാര്യമല്ലേ. ഇങ്ങനത്തെ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ.